Hello friends, we will talk about HPCL BOB Energia credit card. This is Bank of Baroda, Hindustan 𝗏𝗏𝗏 tie-up with 𝘂𝗏𝗏𝗏 credit card. Actually, this is entry level credit card. We have category fuel credit card. We have video credit card HPCL products. അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് അങ്ങനെ കിട്ടുന്ന 4% വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു നല്ല ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ബാക്കിയുള്ളതിൽ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആവറേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് HPCLന്റെ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ HPCLന്റെ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക ഗ്യാസ് സിലിണ്ടേഴ്സ് അത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ HP-യുടെ വാലറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുകൂടെ പൈസ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. ഇതിൻ്റെ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ എന്താ പറയുക ആനുവൽ ഫീസും വരുന്നത് 499 പ്ലസ് GST ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഈ കാർഡ് ഓഫേർഡ് ആയിട്ടുണ്ട്. നമ്മുടെ BOBയുടെ സൈഡിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെസ്സേജ് നമ്മുടെ ഇവിടെ കൊടുക്കാം ഞാൻ. അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി ഷെയർഡ് ലിമിറ്റഡ് വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ ഓൾറെഡി BOBയുടെ ക്രെഡിറ്റ് കാർഡ് 2 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമുക്ക് വന്നേക്കുന്നത്. നോർമലി 3 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് ഓഫറായിട്ട് വരാറ്. പക്ഷേ നമുക്കിപ്പോൾ പെട്ടെന്ന് വേഗം വന്നു. ഞാൻ ആക്ച്വലി ഇത് അപ്ലൈ ചെയ്യും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ എന്താ പറയുക സ്ക്രീനിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാം. അതിൻ്റെ അപ്ലൈ പ്രൊസീജിയർ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് നമ്മുടെ BOB ഫൈനാൻഷ്യലിൻ്റെ സൈറ്റ് കയറിയിട്ട് നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമുക്കതിൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിൽ റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്കതിൽ അഡീഷണൽ കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓഫേർഡ് ഉണ്ടെങ്കിൽ കാർഡ് ഓഫേർഡ് ഉണ്ടെങ്കിൽ നമ്മളവിടെ കാണിക്കും ഏതൊക്കെ കാർഡ് ഓഫേർഡ് ഉണ്ട്. നമുക്ക് എനിക്ക് ആക്ച്വലി ഈ HPCLന്റെ കാർഡ് മാത്രം ഓഫേർഡ് വന്നിട്ടുണ്ടെന്നുള്ളൂ. നോർമലി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ കാർഡുകളും ഓഫേഴ്സ് വരും കേട്ടോ. BOBയുടെ വേറെ കാർഡുകളും ഓഫേഴ്സ് വരും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ഷെയർഡ് ലിമിറ്റ് കാർഡായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ആക്ച്വലി ഷെയർ ലിമിറ്റ് തന്നെയാണ് കൊടുത്തത്. എൻ്റെ ഓൾറെഡി മുമ്പുള്ളത് BOBയുടെ സ്നാപ്ഡീലിലെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അത് ഞാൻ ആക്ച്വലി അത് ചേഞ്ച് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. അത് ഒരു നോർമൽ BOB ക്രെഡിറ്റ് കാർഡിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. ഞാൻ ഒരു 3 മാസം ആവട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി അതിൻ്റെ ഒരു എന്താ പറയുക ലിമിറ്റ് ഇൻക്രീസും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ ഇൻകം പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ലിമിറ്റ് ഇൻക്രീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ സ്നാപ്ഡീൽ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ഉപയോഗിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്നാപ്ഡീൽ നമുക്ക് അത്രയ്ക്ക് റെപ്യൂട്ടറായിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളതങ്ങനെ ഉപയോഗിക്കുന്നില്ല. നമ്മളതൊരു ആക്ച്വലി അപ്ലൈ ചെയ്ത് തന്നെ പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് നമ്മൾ നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ ആക്ച്വലി അത് ഈ സ്നാപ്ഡീൽ BOB ക്രെഡിറ്റ് കാർഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ യൂട്യൂബറാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ സ്നാപ്ഡീലിൻ്റെ കാർഡ് അപ്ലോഡ് ചെയ്ത വീഡിയോ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ ഒരു റിവ്യൂ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ സൈഡ് നല്ല വീക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ കാര്യം പറയണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ BOBയുടെ നെറ്റ് ബാങ്കിങ്ങിലേക്ക് കയറാൻ പറ്റുന്നില്ല. അവരെ നെറ്റ് എന്താ പറയുക സെർവറൊക്കെ ഡൗൺ ആയിരുന്നു. ഞാൻ അവരെ കോൺടാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ഈവനിങ് 5 മണിക്ക് ശേഷം നോക്കിയാൽ മതി, അപ്പോൾ മെയിൻ്റനൻസിലാണ്, അപ്പോൾ അത് ശരിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 5 മണിക്ക് ശേഷം ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. അതിന് മുമ്പ് ശരിയായിട്ടുണ്ടോണ്ട് കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതിൻ്റെ സ്ക്രീൻ വീഡിയോ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ സൈഡിൽ കൊടുക്കട്ടെ, ഞാൻ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു BOB കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും ഓഫർ ഇട്ടാൽ. ഒരു 2-3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. അത് ഓൾമോസ്റ്റ് ഓഫർ പുതിയ ഓഫർ വരും. കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക HPCLന്റെ കാർഡ് അല്ലാണ്ട് വേറെ കാർഡുകളും നിങ്ങൾക്ക് ഓഫറായിട്ട് വരും. നോർമലി 𝘂𝗏𝗏𝗏 എടുക്കാനാണ് ഓഫറായിട്ട് വരിക. അപ്പോൾ ഞാൻ ആക്ച്വലി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷെയർ ലിമിറ്റ് ആയിട്ടും എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ടാണ്. നമ്മൾ പിന്നെ HPCLന്റെ കാർഡിൽ പമ്പിൻ്റെ പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ BOBയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആഡ് ആയിട്ട് മൈനസ് ആയിട്ടാണ് നമുക്ക് ബില്ല് വരിക. അപ്പോൾ നമ്മൾ വേറെ റിഡംഷനോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അതിൻ്റെ റിഡംഷൻ എക്സ്ട്രാ ഫീസോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി അപ്ലൈ ചെയ്യാൻ കാരണം തന്നെ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ അവർ പറഞ്ഞേക്കുന്നത് 7 ദിവസത്തിനുള്ളിൽ വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് വന്നിട്ട് നമുക്കത് അൺബോക്സിങ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ബ്ലൂ ഡാർട്ട് ആയിരിക്കും തോന്നുന്നു. നമുക്ക് ആക്ച്വലി സ്നാപ്ഡീലിൻ്റെ കാർഡ് വന്നത് ബ്ലൂ ഡാർട്ടിലായിരുന്നു. അപ്പോൾ DDDC അങ്ങനത്തെ ഡെലിവറിയിലൊക്കെ അയച്ചാൽ പണി കിട്ടുമെന്ന് വെച്ചാൽ 1 സ്ലോവും അതുപോലെ തന്നെ ചിലപ്പോൾ കിട്ടിയ ഭാഗ്യം അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇവരെ കൊറിയറുടെ. അപ്പോൾ നോർമലി ബ്ലൂ ഡാർട്ട് ആയിരിക്കും അയക്കുക. നമ്മുടെ ഏരിയയിൽ നോർമലി ബ്ലൂ ഡാർട്ടാണ് വരാറ്. അപ്പോൾ എന്തായാലും നോക്കിയാൽ ബ്ലൂ ഡാർട്ട് ആണെങ്കിൽ പെട്ടെന്ന് ഷിപ്പ് ചെയ്തുകൊണ്ട് 2 ദിവസം കൊണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു നോട്ട്സ് ഞാൻ ആക്ച്വലി നമ്മുടെ HPCLന്റെ ഈ BOBയുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോയിനിങ് ഫീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞല്ലോ 499 പ്ലസ് GST ആണ്. ആനുവൽ ഫീസും 499 പ്ലസ് GST ആണ്. നമുക്കിതിലും ആനുവലി നമ്മൾ 50,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേവ് ഓഫ് ചെയ്തും കിട്ടും. അപ്പോൾ 50,000 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ് അത് വേവ് ഓഫ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ ജോയിനിങ് ഫീസായിട്ട് 2000 റിവാർഡ് പോയിന്റ് കിട്ടും. അതായത് 500 തന്നെ
നമ്മൾ 6 മാസത്തിൽ 2 മാസത്തിൽ നമ്മൾ 5000 രൂപ സ്പെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റിവാർഡ് പോയിന്റ് കിട്ടും. റിവാർഡ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ റിന്യൂവൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്കതിൽ റിന്യൂവൽ ബെനിഫിറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ റിവാർഡ് പോയിന്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ HPCL സ്പെൻഡിനാണ്, അതായത് HPCLൻ്റെ ഫ്യൂവലോ LPGയോ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 150 രൂപയുടെ ഒരു പർച്ചേസ് ആണെങ്കിൽ നമുക്ക് 24 റിവാർഡ് പോയിന്റാണ് കിട്ടുക. അതിന് ക്യാപ്പിംഗ് ഉണ്ട്, 1000 റിവാർഡ് പോയിന്റ് ക്യാപ്പിംഗ് വരുന്നത് മാസം. അതുപോലെ ഗ്രോസറി ഡിപ്പാർട്ട്മെന്റൽ സ്പെൻഡ് യൂട്ടിലിറ്റി ബിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 10 റിവാർഡ് പോയിന്റാണ് കിട്ടുക 150 രൂപയുടെ. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഓൾ റീറ്റെയിൽ പോയിന്റ്സിന് 2 റിവാർഡ് പോയിന്റാണ് കിട്ടുക. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ HPCLൻ്റെ പേ വാലറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 പേ ബാക്ക് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആക്ച്വലി നമുക്ക് റിവാർഡ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റിവാർഡിൻ്റെ ഒരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ നമുക്ക് HPCLൻ്റെ പർച്ചേസിന് നമുക്ക് 4% നമുക്ക് ഇതിൻ്റെ കൺവേർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ശതമാനത്തിൻ്റെ കണക്ക് പറയാൻ പറ്റും. 4% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഗ്രോസറി ഡിപ്പാർട്ട്മെൻറ്റൽ സ്പെൻഡും യൂട്ടിലിറ്റി ബിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 1.6%. അത് ബാക്കിയുള്ള ഓൾ റീറ്റെയിൽ സ്പെൻഡ് ആണെങ്കിൽ ഒരു 0.33%. അപ്പോൾ ബാക്കിയെല്ലാം ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 25 പൈസയാണ്, അത് നോർമൽ ബാക്കിയെല്ലാം പോലെ തന്നെ. റിവാർഡ് റിട്ടംഷൻ ചാർജ് ആബ്സല്യൂട്ട്ലി 0 ആണ്, അതൊരു ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഓഫർ വരുന്നത് 25% നമുക്ക് Paytm മൂവീസ് ടിക്കറ്റ് ബുക്കിങ്ങിന് നമുക്ക് ഓഫർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ലോഞ്ചസസ് വരുന്നുണ്ട് കേട്ടോ ക്വാർട്ടർലി. ഇത് റൂപേ കാർഡാണ്, ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ പറഞ്ഞു, റൂപേ കാർഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നോർമലി സ്നാപ്ഡീൽ BOB കാർഡും റൂപേ തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വാല്യൂ തരുന്നൊരു കാർഡ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡുകളിൽ. അപ്പോൾ അതെന്തായാലും അൺബോക്സിംഗ് വീഡിയോ നമുക്ക് സെപ്പറേറ്റ് വേറെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും സംശയം തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. ഞാൻ അടുത്ത് വരണം.